ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രാവൽ വ്ളോഗ് എന്ന് പറയുന്നത് ബാലി ട്രിപ്പിൻ്റെ 3-ാം പാർട്ടാണ് കേട്ടോ. നമ്മൾ റമദാനിലായിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പുതിയൊരു ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അടിപൊളി കാഴ്ചകളും അതുപോലെ തന്നെ ഇൻഫർമേഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ബാലിയിൽ നിന്ന് ന്യൂസാ പെനിത എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കാണ് കേട്ടോ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ഐലൻഡിലുള്ള കാഴ്ചകളാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഫെറി യാത്രയൊക്കെ ഉള്ളതാണ്. ഹെവി ആയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സീ സിക്നെസ്സിനൊക്കെ ചാൻസ് ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് എൻട്രൻസ് ഭാഗത്തേക്കുള്ളൊരു വഴിയാണ് കേട്ടോ ഇത്. ഒരു ചെറിയ ഇടവഴിയാണ്. നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ് ഇതിലൂടെ നടക്കാൻ വേണ്ടിയിട്ട്. തലേദിവസം അതേപോലെ തന്നെ വെളുപ്പം കാലത്തും ചെറിയൊരു മഴ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. കൃത്യം 6 മണിക്ക് ഒരു വണ്ടി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം വണ്ടി വന്നതിന് ശേഷം നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വണ്ടിയിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡേ ടൂർ നടത്തുന്ന ഒരു ടൂർ ഏജൻസിയുടെ പാക്കേജിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ പോണ വഴിക്ക് നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ കാണാം. സ്നാക്കൊക്കെ സെയിൽ ചെയ്യാണ്. രാവിലെ തന്നെ ഒരുപാട് പേര് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് പോവാണ്. സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു കൊട്ട നിറയെ പലതരം സ്നാക്ക് കേട്ടോ. അതൊക്കെ ഇങ്ങനെ രാവിലെ തന്നെ സെയിൽ ചെയ്യുന്ന കാണാം. പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളെ കാണാം. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണാം. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ടായത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിലും ഓരോ പുതുമയുണ്ടാവുമല്ലോ. അപ്പോൾ അത് ആകാംക്ഷയോടെ ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കി നിന്നു ഞാൻ ഓരോ കാഴ്ചകളും. ഇതുപോലെ എവിടെയും കുറേ സ്നാക്കും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ കുറേ സ്കൂട്ടേഴ്സ് കണ്ടു. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ആളുകൾ റെൻറ്റിന് എടുത്തിട്ട് ഓടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ ഒരു സ്ത്രീ പൂജയൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഷോപ്പിൻ്റെയും വീടിൻ്റെയും ഒക്കെ മുമ്പിൽ പൂജ ചെയ്തിട്ട് ഇങ്ങനെ ഒരു അവർ പൂജിച്ച ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തും അത് കാണാം കേട്ടോ. ഇതാ ഇതിങ്ങനെ വെച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും കാണാം നമുക്കിത്. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ അതുപോലെ നമുക്ക് ഏത് പാക്കേജിൻ്റെ ആണെന്നുള്ളതിൻ്റെ സ്റ്റിക്കറൊക്കെ അവർ ഒട്ടിച്ചിട്ട് തന്നിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ ബോട്ട് ജെട്ടിയിലേക്കാണ് പോയിട്ടുണ്ടായത്. ന്യൂസാ പെനിത എന്ന ഈ ഒരു ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാലിയിൽ നിന്ന് 2 ബോട്ട് ജെട്ടികളുണ്ട്. സനൂർ എന്ന ബോട്ട് ജെട്ടിയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മളുടെ ഫെറി തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു കപ്പൽ പോലെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായത്. നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുന്നത് ഇതുപോലെ പലക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു നടവഴിയാണ് കേട്ടോ. അപ്പോൾ നല്ല രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇരുണ്ട് മൂടി കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കേജ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പേപ്പറിൽ കാണിച്ചിട്ടുണ്ടായത് ബ്രോക്കൺ ബീച്ച്, കെലിംഗൻ ബീച്ച്, ക്രിസ്റ്റൽ ബേ, ഏഞ്ചൽ ബില്ലാബോങ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ കാണാനുള്ളത്. നമ്മുടെ ഫെറി നീങ്ങി തുടങ്ങി. കടലിലൂടെയുള്ള ഫെറി യാത്ര നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. 300ഓളം ആളുകൾക്ക് കയറാൻ പറ്റുന്ന ഒരു ഫെറിയാണ് ഇത്. ഒരു ദിവസം 10-15 തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 ഹവറാണ് ദൂരമുള്ളത്. ശരിക്കും ഇങ്ങനെ നോക്കത്താ ദൂരത്ത് നിറയെ വെള്ളം, കടലിൻ്റെ നടുവിലായിട്ട് നമ്മളിങ്ങനെ എത്തിപ്പെടുമ്പോൾ ശരിക്കും ഉള്ളിലൊരു പേടി പോലെയൊക്കെ തോന്നും കേട്ടോ. എനിക്കങ്ങനെയാണ്. നമ്മൾ വെള്ളത്തിലൊന്നിങ്ങനെ ഇറങ്ങിയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഈ ഒരു ഫെറിയിൽ പോയപ്പോൾ തോന്നിയിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കടൽ വെള്ളം ഇങ്ങനെ അടിച്ച് വരുമ്പോഴൊക്കെ നമുക്കൊരു ഉള്ളിലൊരു പേടി തോന്നുന്നുണ്ടായിട്ടോ. അപ്പോൾ ഇതാ കുറേ ദൂരെയാണ് കേട്ടോ ഈ ഒരു ഐലൻഡ് കാണുന്നത്. ഇതിങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ ഓരോ ഐലൻഡുകളുണ്ട്. അതിലൊക്കെ ഇങ്ങനെ കുറേ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഈ ഒരു 1 ഹവർ കൊണ്ട് നമുക്ക് ഇതുപോലുള്ള കുറേ ദ്വീപുകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിപ്പെടേണ്ട ന്യൂസാ പെനിത എന്നുള്ള ഐലൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിനും മരങ്ങൾക്കും ഒക്കെ ഒരു പ്രത്യേകതരം കളറും ഭംഗിയൊക്കെയാണ് കേട്ടോ. ഇവിടെയുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഷേപ്പിലുള്ള ഹോട്ടലുകളും എല്ലാം. ഇവിടെ കംപ്ലീറ്റ് ടൂറിസമാണ് കേട്ടോ. ഒരുപാട് ഹോട്ടലുകൾ സ്റ്റേ ചെയ്യുന്നവരും കാര്യങ്ങളായിട്ട് നമ്മളിപ്പോൾ വരുന്ന ഈ ഒരു ഫെറിയിൽ തന്നെ ഒരുപാട് പേര് ഇവിടെ ഒരാഴ്ചത്തേക്കും 3 ദിവസത്തിനൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട്. അവരുടെ ലഗേജൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഫെറിയിൽ അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്.
നുസാപെനിത എന്ന് പറയുന്നത് ബാലി ഐലൻഡിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ നാട് കടത്തിയിരുന്ന ഒരു ദ്വീപാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ദുർമന്ത്രവാദികളെയും പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ തടവുകാരെയും ഒക്കെ അന്ന് നാട് കടത്തിയിരുന്ന ഒരു സ്ഥലമാണ് നുസാപെനിത. പിന്നീട് ഒരുപാട് കുടിയേറ്റക്കാരൊക്കെ വന്ന് വീട് വെച്ച് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വെച്ച് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമാക്കിയിട്ട് മാറ്റിയതാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് ആയിട്ട് മാറി. ഇപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലമായി ഇവിടെ. ചെങ്കുത്തായ കടലിലേക്ക് തൂങ്ങി നിൽക്കുന്ന മലകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ഫുള്ളായിട്ട്. അപ്പം പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കൃഷികൾ കാണാം. ശരിക്കും നമ്മളുടെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ, പണ്ട് കാലത്തെ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടായത്. അന്ന് കാലത്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളും പിന്നെ നമ്മൾ ബാലിയിൽ കണ്ടിരുന്ന പോലെ തന്നെ എല്ലാ വീടിൻ്റെയും അടുത്ത് ഓരോ ക്ഷേത്രങ്ങളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള വീടുകളുണ്ട്. അതിൻ്റെയൊക്കെ മുമ്പിൽ ചെറുതും വലുതുമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടൽ വെള്ളം അടിച്ച് രൂപപ്പെട്ട പാറക്കെട്ടുകളും അതുപോലെ ഭൂപ്രകൃതി കേരളം പോലെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. വളരെ ഇടുങ്ങിയ ചെറിയ റോഡുകളും ചെങ്കുത്തായ താഴ്വരകളും ഗ്രാമപ്രദേശങ്ങളും ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു നുസാപെനിത എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിലവർക്ക് കടലിൽ യാത്ര ചെയ്യുന്ന സമയത്തുള്ള ഒരു സീ സിക്നസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഛർദിലിനുള്ള ഗുളികയൊക്കെ കഴിച്ചിട്ട് വരുന്നത് നല്ലതാണ്. അപ്പം ഞങ്ങൾ വരുന്ന ഫെറിയിലും ഒരുപാട് പേര് ഛർദ്ദിച്ചിട്ടുണ്ടായി. മോളും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടായി മോൾക്കും. അപ്പം കടൽ ശാന്തമാണെങ്കിൽ കടൽ മണം കൊണ്ട് എന്താ പറയുക, കടൽ ചുരുക്ക് എന്ന് പറയില്ലേ, അതുകൊണ്ടുള്ള ഒരു ഛർദിലിൻ്റെ പ്രയാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കടൽ പ്രക്ഷുബ്ധമാണെങ്കിൽ ഫെറിയുടെ അടിഭാഗം വന്ന് അടിച്ചിട്ടും മറിയുമോ എന്നുള്ള പേടിയൊക്കെ നമുക്ക് തോന്നാം കേട്ടോ. അപ്പം കടലിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മളുടെ യാത്ര ഉണ്ടാവുക. ഈ ഒരു പാക്കേജിൽ ഞങ്ങൾക്ക് ലഞ്ച് ഇൻക്ലൂഡഡ് ആയിരുന്നു. രാവിലെ 6 മണിക്ക് ബോട്ട് ജെട്ടിയിൽ കൊണ്ടിറക്കി നുസാപെനിതയിലെത്തി ചെറിയ ചെറിയ വണ്ടികളിലായിട്ടാണ് അവർ ഈ ഒരു സൈറ്റ് സീയിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഞാനും ഹസ്ബൻഡും മോളും പിന്നെ വേറൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇങ്ങനെ 4-5 പേരെ അടങ്ങുന്ന രീതിയിലാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന ചെറിയ ചെറിയ വണ്ടികളിലാണ് അവർ കൊണ്ടുപോവുക ഈ ഒരു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മളുടെ ആദ്യത്തെ കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു കളറ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, അത് കണ്ണുകൊണ്ട് കാണുമ്പോഴൊരു ഭംഗി വേറെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കടൽ വന്ന് അടിക്കുമ്പോഴുള്ളതും കടലിൻ്റെ ശക്തിക്ക് അനുസരിച്ച്, അതായത് ഞാൻ പറഞ്ഞില്ല, കടൽ പ്രക്ഷുബ്ധമാണെങ്കിൽ അത് ഒന്നായിട്ട് ആ ആളുകൾ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ അടിച്ച് കയറി വരും. ആ ഭാഗത്തൊന്നും നിൽക്കാൻ സമ്മതിക്കാറില്ല. ഇന്ന് വലിയൊരു കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഈ സൈഡിലൊക്കെ കാണുന്ന കല്ലുകളൊക്കെ കണ്ടില്ലേ, അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ദ്വീപാണിത്. അപ്പോൾ ലാവ ഉറഞ്ഞുണ്ടായ പാറകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഇതിലൊരു പൊത്തുണ്ടാക്കി അതിലൂടെ തിരമാലകൾ അടിച്ച് കയറി അങ്ങനെ വർഷങ്ങൾ എടുത്ത്, നൂറ്റാണ്ടുകൾ എടുത്തിട്ട് രൂപപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഏത് ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുത്താലും നല്ല കളർഫുള്ളായിട്ടാണ് കേട്ടോ നമുക്ക് ഫോട്ടോസ് കിട്ടുക. നല്ല അടിപൊളിയാണ് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രെയിംസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് തരുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ഫോട്ടോ എടുത്തപ്പോഴേ നമ്മളുടെ മൊബൈലിലേക്ക് അവർ ആ ഫോട്ടോ ക്വാളിറ്റിയോടുകൂടി തന്നെ ഷെയർ ചെയ്ത് തരും. അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇതിലും നല്ലൊരു കാഴ്ച നമുക്ക് കാണാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ആ കാഴ്ചകളായിട്ട് വരാം. താങ്ക്